മാർച്ച് 23-ന് അമേരിക്കയിൽ വിപണികൾ തുറക്കാനിരിക്കെ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാന് നൽകിയ 48 മണിക്കൂർ സമയപരിധി അവസാനിക്കാനിരിക്കെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തി. അടുത്ത 5 ദിവസത്തേക്ക് ഇറാന്റെ ഊർജത്തിനും ആണവ അടിസ്ഥാന സൗകര്യത്തിനും നേരായ ആക്രമണം താൽക്കാലികമായി നിർത്തുന്നു. ഓഫ് ബട്ടൺ അമർത്തിയ ആ പ്രഖ്യാപനത്തോട് വിപണികൾ അനുകൂലമായി പ്രതികരിച്ചു. പക്ഷേ അമേരിക്കയുമായി പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. ട്രംപ് കാട്ടിയ ആവേശമോ ആവേശമില്ലായ്മയോ ഇറാന് ഇല്ല എന്ന് വ്യക്തം. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇസ്രായേൽ അവരുടെ താൽപ്പര്യങ്ങൾ സുരക്ഷിതമാക്കുന്ന ലക്ഷ്യങ്ങൾ പിന്തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചു. ഒരു താൽക്കാലിക വിരാമം പ്രഖ്യാപിക്കുന്നതിൽ ട്രംപിനൊപ്പം ചേരുന്നതിൽ നിന്ന് ഇസ്രായേൽ വിട്ടുനിന്നു എന്ന് ഇവിടെ കാണാം. യുദ്ധത്തിൽ നിന്ന് പിന്നാക്കം പോകുന്നത് ഇസ്രായേലിന് ഉൾക്കൊള്ളാനാകുന്നതല്ല. ട്രംപിന്റെ പെട്ടെന്നുള്ള പ്രഖ്യാപനത്തിൽ ലോകം ശുഭാപ്തി വിശ്വാസത്തിലായപ്പോഴും ഇറാനും ഇസ്രായേലും പരസ്പരമുള്ള മിസൈൽ ആക്രമണം തുടരുകയായിരുന്നു. ഇറാനിലെ യുദ്ധം 4-ാം ആഴ്ചയിലാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ താൽക്കാലിക യുദ്ധം മരവിപ്പിക്കൽ ഉണ്ടായിയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെയോ പൂർണ്ണമായ വെടിനിർത്തലിൻ്റെയോ സൂചനകൾ ഒന്നുമില്ല. യുദ്ധ ലക്ഷ്യങ്ങളുടെ സമ്പൂർണ്ണ നേട്ടം, ഇറാന്റെ സമ്പൂർണ്ണ നാശം, ഇറാനിയൻ സായുധ സേനയുടെ 100% നശീകരണം എന്നിവയെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ച് വീമ്പിളക്കിയതാണ്. കൂടാതെ ഈ മേഖലയിലെ സൈനിക നീക്കം അവസാനിപ്പിക്കാൻ അമേരിക്ക ആലോചിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. എന്നിട്ടും യുദ്ധം നിർബാധം തുടരുകയാണ്. ഇതിനിടയിലാണ് പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന് മുന്നിൽ അമേരിക്ക 15 നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിക്ക് മേൽ കർശന നിയന്ത്രണം, ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കൽ തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. ഇറാന്റെ ആണവശേഷിയും ബന്ധപ്പെട്ട സൈനിക സംവിധാനങ്ങളും നിർവീര്യമാക്കണമെന്ന നിർദ്ദേശവും അമേരിക്ക നിർദ്ദിഷ്ട പദ്ധതിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് പകരമായി ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഭാഗികമായി പിൻവലിക്കാമെന്ന് US പറയുന്നു. കൂടാതെ ഇറാന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഊർജ സംവിധാനത്തോടുകൂടിയതും UN-ന്റെ മേൽനോട്ടത്തിലുള്ളതുമായ സിവിലിയൻ ആണവ പദ്ധതി, ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള സാമ്പത്തിക സഹകരണം തുടങ്ങിയ വാഗ്ദാനങ്ങളും അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നതിന്റെ ഭാഗമായി 1 മാസം നീളുന്ന വെടിനിർത്തലിനും US താൽപര്യപ്പെടുന്നുണ്ട്. എന്നാൽ US-ന്റെ ഈ നീക്കത്തോട് ഇറാൻ അനുകൂലമായി പ്രതികരിക്കാനും പദ്ധതി അതേ രൂപത്തിൽ അംഗീകരിക്കാനും സാധ്യത നന്നേ കുറവാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ ഇറാനെതിരായ യുദ്ധം തുടരണമെന്നാണ് US-ന്റെ സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ നിലപാട്. ട്രംപിനോട് യുദ്ധം തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഇസ്രായേൽ വെടിനിർത്തൽ നിർദ്ദേശം കേട്ട് അമ്പരുന്നുവെന്നാണ് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വാസ്തവത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രദേശത്തിന് മാത്രമല്ല, ആഗോള സമൂഹത്തിനാകെ ഉയർത്തുന്ന ഭീഷണി കൂടുതൽ ഗുരുതരവും കഠിനവുമാണ്. എന്താണ് ഈ പുതിയ ഭീഷണികൾ? ഈ യുദ്ധം ചർച്ചകളിലൂടെ അവസാനിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? നമുക്കതൊന്ന് പരിശോധിക്കാം. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുമ്പോൾ അടിസ്ഥാനപരമായി 3 പ്രഖ്യാപിത ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 1. ഇറാന്റെ നേതൃത്വത്തിനും അതിന്റെ സൈന്യത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും കനത്ത പ്രഹരം, തിരിച്ചടിക്കാൻ ഇറാന് ശേഷിയില്ലാത്ത തരത്തിലുള്ള പ്രഹരം. തൽഫലമായി ഒന്നുകിൽ ഭരണം മുട്ടുമടക്കും, അല്ലെങ്കിൽ ഭരണത്തിനെതിരെ പ്രതിഷേധിച്ച് ജനങ്ങൾ തെരുവിലിറങ്ങും. 2. ഇസ്രായേലിന് ഉൾപ്പെടെ മേഖലയിലെ രാജ്യങ്ങളുടെ അസ്തിത്വത്തിന് ഭീഷണിയായി കണക്കാക്കുന്ന ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിന്റെ നാശം. 3. ഇറാന് ഒരിക്കലും ഒരു ആണവായുധം നിർമ്മിക്കാൻ കഴിയരുത്, അതിനവരുടെ ആണവ പദ്ധതി പൂർണ്ണമായും നശിപ്പിക്കുക. ലക്ഷ്യങ്ങൾ നേടാനായി ആദ്യ ദിവസങ്ങളിൽ ഇസ്രായേലും US-ഉം ഇറാനിലേക്ക് കനത്ത ആക്രമണം നടത്തി. ഇറാന്റെ പരമോന്നത നേതാവിനെ ലക്ഷ്യമിട്ട ആക്രമണത്തിൽ ആയത്തുള്ള ഖമനേയി ഉൾപ്പെടെ 48 പേർ വധിക്കപ്പെട്ടു. സമ്പൂർണ്ണ വ്യോമ ആധിപത്യം സ്ഥാപിച്ച ശേഷം ഇറാന്റെ മിസൈൽ ശേഷിയെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഇറാന്റെ ആയുധ ഡിപ്പോകളിലും മിസൈൽ സിലോകളിലും ബോംബിട്ടു. ഇറാനെ സാമ്പത്തികമായി തളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്യാസ് ഫീൽഡുകളിലും ഓയിൽ ഡിപ്പോകളിലും ആക്രമണം നടത്തിയത്. ആദ്യ ദിവസം തന്നെ ഇത്ര കടുത്ത നടപടി നടത്തിയപ്പോൾ സ്വാഭാവിക പരിണാമം എന്ന് കരുതിയിരുന്നത് ഇറാൻ മുട്ടുമടക്കും എന്നതായിരുന്നു. എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ഇറാൻ ഇപ്പോഴും ശക്തമായി നിലകൊള്ളുകയും കടുത്ത പോരാട്ടം നടത്തുകയും ചെയ്യുന്നു. കൂടാതെ ഓരോ പുതിയ ആക്രമണത്തിനും ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു.
ആഗോള ഊർജത്തിന്റെ നിർണായക ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചതാണ് ഇറാന്റെ ഏറ്റവും നിർണായക നീക്കം. കടലിടുക്കിൽ മൈനുകൾ വിതറിയെന്ന് ഇറാൻ പറയുകയും ചില എണ്ണ ടാങ്കറുകളെ ആക്രമിക്കുകയും ചെയ്തത് ഷിപ്പിംഗ് കമ്പനികളെയും ഇൻഷുറൻസ് ഏജൻസികളെയും ശരിക്കും വിറപ്പിച്ചു. റിസ്ക് ഏറ്റെടുക്കാൻ കഴിയാത്തതുകൊണ്ട് കപ്പലുകൾക്ക് കടലിടുക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യയും ചൈനയും പോലുള്ള ചില രാജ്യങ്ങൾക്ക് അവരുടെ ടാങ്കറുകൾ കൊണ്ടുപോകാൻ ഇറാൻ അനുവാദം നൽകിയെങ്കിലും ഹോർമൂസ് എന്ന ഇടുങ്ങിയ കടൽപാത ആഗോള ഗതാഗതത്തിന് തുറന്നുകൊടുത്തില്ല. അത്തരമൊരു സാഹചര്യത്തിൽ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന ചോദ്യം ഉയരുന്നു. സൈനികമായും നയതന്ത്രപരമായും ഈ പ്രശ്നത്തിന് വ്യക്തമായ പരിഹാരമില്ലാതെ അമേരിക്ക തുടങ്ങിവെച്ച ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. യുദ്ധം അവസാനിപ്പിക്കാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് അനിവാര്യമാണ് എന്ന വസ്തുത മനസ്സിലാക്കിയാണ് ട്രംപ് മാർച്ച് 23-നകം ഹോർമൂസ് കടലിടുക്ക് ഗതാഗതത്തിനായി തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജവും പവർ ഗ്രിഡുകളും ആക്രമിക്കുമെന്ന് പറഞ്ഞത്. ഭീഷണിയോട് രൂക്ഷമായി തന്നെ പ്രതികരിച്ചു. എനർജി ഗ്രിഡിനെ ആക്രമിച്ചാൽ പ്രദേശത്തിൽ ഉടനീളമുള്ള എനർജി ഗ്രിഡുകളിലും ഡീസാലിനേഷൻ പോയിന്റുകളിലും ആക്രമണം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഈ പ്ലാന്റുകളിൽ നിന്നുള്ള ശുദ്ധമായ കുടിവെള്ളത്തെയാണ് ഗൾഫ് രാജ്യങ്ങൾ ആശ്രയിക്കുന്നത്. ഇറാൻ ഭീഷണിയുമായി മുന്നോട്ടു പോയാൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ഈ ഭീഷണിയുമായി മുന്നോട്ടു പോകുന്നതിന്റെ സാധ്യതകളും പ്രത്യാഘാതങ്ങളും പരിശോധിച്ച ട്രംപിന് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കേണ്ടി വന്നത് ഈ കാരണം കൂടി കണക്കിലെടുത്താകണം. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ആണവ സൈറ്റുകളിൽ ബോംബാക്രമണം നടത്തിയെങ്കിലും ഇപ്പോൾ ആണവ നിലയങ്ങളെ ആക്രമിക്കുന്നതിനെതിരെ ഇറാൻ പ്രതികരിക്കുന്നത് രൂക്ഷമായാണ്. മാർച്ച് 20-ന് നദാൻസ് ആണവ നിലയത്തിൽ അമേരിക്കൻ ആക്രമണത്തിനെ തുടർന്ന് ഇറാൻ അസാധ്യമായത് ചെയ്തു. വളരെ സുരക്ഷിതവും രഹസ്യവുമായ ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന തെക്കൻ ഇസ്രായേൽ പട്ടണമായ ഡിമോണയിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചു. ഇറാൻ മിസൈലുകൾക്ക് അയോൺ ഡോം എന്ന ബഹുതല പ്രതിരോധത്തിലൂടെ തുളച്ചു കയറാനും ഡിമോണിയെ ആക്രമിക്കാനും കഴിയുമെന്നത് ഈ യുദ്ധത്തിലെ മറ്റൊരു വെളിപ്പെടുത്തലായി. മിസൈലുകൾ ആണവ നിലയത്തിൽ പതിച്ചില്ലെങ്കിലും ഇനിയും ഇറാനെ ആക്രമിച്ചാൽ ഡിമോണ ആണവ നിലയത്തിൽ ഇറാന്റെ മിസൈൽ പതിച്ചേക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ റേഡിയേഷൻ ചോർച്ചയുടെ ഗുരുതരമായ അപകട സാധ്യത മാത്രമല്ല, തന്ത്രപരമായ ആണവായുധങ്ങളുടെ പ്രയോഗത്തിന് സാക്ഷ്യം വഹിക്കുന്ന സംഘർഷത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇറാനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇസ്രായേലിന്റെയോ US-ന്റെയോ അവസാന നടപടി അതാകുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രസിഡന്റ് ട്രംപ് വേഗത്തിൽ യുദ്ധത്തിൽ നിന്ന് പുറത്തുകടക്കാൻ ശ്രമിക്കുന്നുവെന്നാണ്. ഇസ്രായേലിന് വേണ്ടി യുദ്ധത്തിൽ പങ്കാളിയായി എങ്കിലും ഒരു നീണ്ട പോരാട്ടത്തിനോ ഇറാനിൽ നിന്നുള്ള ശക്തമായ പ്രതികരണത്തെ നേരിടാനോ ട്രംപ് തയ്യാറല്ല. എന്നിരുന്നാലും 2025 ജൂണിലെ മുൻ അവസരത്തിൽ അമേരിക്കയുടെ B-2 ബോംബറുകൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബെറിഞ്ഞതിന് ശേഷം യുദ്ധം അവസാനിപ്പിച്ചു. എന്നാൽ ഇത്തവണ അത് എളുപ്പമായിരിക്കില്ല. ഇറാനിലെ ഗാർഗ് ദ്വീപിൽ എണ്ണയും വാതകവും കയറ്റുമതി ചെയ്യാനുള്ള രാജ്യത്തിന്റെ കഴിവ് നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് പ്രത്യേക സേനയെ ഇറക്കാനുള്ള പദ്ധതിയുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. ഇറാനിൽ കരയുദ്ധത്തിനായി 3000 മുതൽ 5000 വരെ നാവികരെ ഒരുക്കുന്നതായും മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ കൈവശമുള്ള 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈക്കലാക്കുകയാണ് ലക്ഷ്യം. യുറേനിയം ഉണ്ടെങ്കിൽ ആണവായുധം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ഇറാന് വേഗത്തിലാക്കാൻ കഴിയുമെന്ന് ഇസ്രായേലും അമേരിക്കയും ഭയപ്പെടുന്നു. യുദ്ധം നേരത്തെ അവസാനിപ്പിക്കുന്നതിലെ മറ്റൊരു പ്രധാന ഘടകം ഇസ്രായേലാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭരണമാറ്റം എന്ന പ്രധാന ലക്ഷ്യം കൈവരിക്കുമ്പോൾ മാത്രമേ ഈ യുദ്ധം ഇറാനിൽ അവസാനിക്കൂ. മുജ്തബ ഖമനേയി ഇപ്പോൾ പരമോന്നത നേതാവായതിനാൽ അലി ഖമനയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മോശമായ ഒരു ഓപ്ഷനാണ് ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നത്. ഇറാൻ കൂടുതൽ മാരകവും വേഗതയേറിയതും സാങ്കേതികമായി മികവുറ്റതുമായ മിസൈലുകൾ തൊടുത്തുവിടുമ്പോൾ അവയിൽ പലതും ഇസ്രായേലിൽ വൻ നാശവും നാശനഷ്ടങ്ങളും സൃഷ്ടിക്കുന്നതിനാൽ ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായി നശിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടുതൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകലുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 440 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം വീണ്ടെടുക്കുന്നതുവരെ ആണവ ഭീഷണിയും സജീവമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം മരണത്തിന്റെയും നാശത്തിന്റെയും മാത്രം എപ്പിസോഡല്ല. ഇത് ഭാവിയിൽ മേഖലയിൽ മറ്റൊരു സംഘട്ടനത്തിനുള്ള സാധ്യത തുറക്കുന്നു. തുടർച്ചയായ വ്യോമാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഇറാനിൽ വലിയ നാശം വിതച്ചു. പരമോന്നത നേതാവ് ഉൾപ്പെടെ ഉന്നത നേതൃത്വം ഇല്ലാതാക്കപ്പെട്ടു. നാവികസേനയും വ്യോമസേനയും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ആണവ സൈറ്റുകൾ, എണ്ണ, വാതകപ്പാടങ്ങൾ, ഡിപ്പോകൾ എന്നിവ ആവർത്തിച്ച് തകർക്കപ്പെട്ടു. ടെഹ്റാനിലെ ഒരു സ്കൂളിൽ അമേരിക്കൻ ടോമോഹോക്ക് മിസൈൽ ആക്രമണത്തിൽ 160-ലധികം പെൺകുട്ടികളുടെ ദാരുണ മരണം ഉൾപ്പെടെ വലിയ സിവിലിയൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഇറാനെ സംബന്ധിച്ചും ഇത് അവസാനം കാണുന്നതുവരെയുള്ള യുദ്ധമാണ്. ഇറാന്റെ അന്തസ്സ് പുനഃസ്ഥാപിക്കണമെന്നും ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം നോൺ പ്രൊലിഫറേഷൻ ഉടമ്പടിയുടെ അഥവാ NPT വ്യവസ്ഥകൾക്ക് കീഴിൽ അംഗീകരിക്കപ്പെടണമെന്നും സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കി US-ഉം ഇസ്രായേലും മറ്റൊരു സംഘർഷത്തിന് തുടക്കമിടില്ല എന്ന ഉറപ്പ് ലഭിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. യുദ്ധം ഓരോ ദിവസം കഴിയുന്തോറും പുതിയ വെല്ലുവിളികളാണ് ആക്രമണം തുടരുന്ന ഇസ്രായേലിന് ഉയർത്തുന്നത്. ജലശുദ്ധീകരണ പ്ലാന്റുകൾ ലക്ഷ്യമിടുന്നതിന്റെയും ഹോർമൂസ് കടലിടുക്ക് തുടർച്ചയായി അടച്ചുപൂട്ടുന്നതിന്റെയും ഭീഷണികൾ ഈ മേഖലയിൽ നിന്ന് മാത്രമല്ല ലോകമെമ്പാടും സാമ്പത്തിക ചെലവ് കൂട്ടുന്നുണ്ട്. പ്രസിഡന്റ് ട്രംപിന് ഏത് നേട്ടവും വിജയമായി കാട്ടി യുദ്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അഭിമാനക്കുറവ് ഇല്ല എന്നതാണ് ലോകത്തിന്റെ ഏക പ്രതീക്ഷ. അമേരിക്ക പിൻവാങ്ങിയാൽ നിലവിലെ അവസ്ഥയിൽ ഇസ്രായേലിന് യുദ്ധം തുടരാനാകില്ല. ഇസ്രായേലുമായി യുദ്ധത്തിൽ പങ്കുചേരാൻ മറ്റു രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്ന നെതന്യാഹുവിന്റെ അഭ്യർത്ഥന സ്വയം ആ ജോലി പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന പരാജയം സമ്മതിക്കൽ കൂടിയാണ്. അതേസമയം ഭരണകൂടത്തിന്റെ അതിജീവനം വിജയമാകുന്ന ഒരു പോരാട്ടത്തിൽ ഇറാൻ ജാഗ്രത പുലർത്തുകയും തങ്ങൾക്കുയർത്തുന്ന ഏത് പുതിയ ഭീഷണിക്കെതിരെ പ്രതികരിക്കാൻ കാത്തിരിക്കുകയും ചെയ്യുന്നു.